നമസ്കാരം. 2022 ജനുവരി മാസം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് സമീപത്ത് ഒരു പുരാതന ബിൽഡിങ്ങിൽ ഒരു വർക്ക് നടക്കുകയാണ്. ശരിക്കും ആ പുരാതന ബിൽഡിംഗ് ഇടിച്ചു പൊളിച്ച് അവിടെ ഒരു പുതിയ വീട് വെക്കാനുള്ള ആക്ടിവിറ്റിയുമായിട്ടാണ് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു വീടാണ് ഇപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്നത്. മുൻഭാഗം ടെറസും പുറഭാഗം ഓടും ചേർന്ന ആ വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു 30 സെന്റോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ്. ധാരാളം മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ആ വീടിരിക്കുന്നത്. ആ വീടിന്റെ മുൻഭാഗത്ത് എല്ലാവരെയും ആകർഷിക്കുന്ന നിലയിൽ ശരിക്കും നല്ല വലിയ തൂണുകളുണ്ട്. ആ തൂണ് കാർഷെഡിന്റെ ഭാഗം കൂടിയാണ്. വീടിന്റെ പൂമുഖത്ത് ഒരാൾക്ക് ഇങ്ങനെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന അത്രയും വണ്ണത്തിലുള്ള 2 തൂണുകളുണ്ട്. ആ തൂണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാർഷെഡിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റി വന്ന് നിർത്തി അതുവഴി ഓടിപ്പോവാം. ശരിക്കും ഒരു ഷേപ്പിലാണ് വീടിന്റെ കാർഷെഡിന് മുൻഭാഗത്തെ സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു തുളസിത്തറയുമുണ്ട്. തുളസിത്തറയുടെ ഇടതുഭാഗത്തൂടെ വണ്ടി ഓടിച്ച് ആ കാർഷെഡിനകത്തുകൂടി തുളസിത്തറയുടെ വലതുഭാഗത്തൂടെ വീണ്ടും റോഡിലേക്ക് ഇറങ്ങാം. ശരിക്കും ആ വീടിന്റെ പുറത്ത് റോഡിലൂടെ പോകുന്ന ആൾക്കാർക്ക് ആ കാഴ്ച നല്ല ഭംഗിയുള്ളൊരു വിഷ്വലാണ് നൽകുന്നത്. ആ തുളസിത്തറയോടൊപ്പം ഒരു ചെറിയ ഗാർഡനുമുണ്ട്. നല്ല രസമുള്ള തെറ്റി ചെടി അവിടെ ധാരാളം പൂത്തു നിൽക്കുകയാണ്. ചുവന്ന തെറ്റിക്ക് പുറമെ അശോക തെറ്റിയൊക്കെ ഉണ്ട്, വെളുത്ത പൂക്കളുള്ള. ആ ടൈപ്പിലുള്ള ചെടികൾ മാത്രം വളർത്തിയിരിക്കുന്ന ഒരു കാവ് പോലെയുള്ളൊരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ആ വീടിന്റെ മുൻഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈ എൻ്റെ സംവിധാനവും ഒന്ന് മാറ്റിമറിക്കാനുള്ള ഉദ്യമത്തിലാണ് വീട് വാങ്ങിച്ച രവീന്ദ്രൻ തന്റെ പണിക്കാർക്ക് വീട് ഇടിച്ചു നിരത്താനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതേസമയത്ത് ബുൾഡോസർ വെച്ച് ഇടിക്കാതെ ആ പഴക്കമുള്ള വീട്ടിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന സാധനങ്ങൾക്ക് എടുക്കാനുള്ള നിർദ്ദേശവും രവീന്ദ്രൻ പണിക്കാർക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചാണ് ആ വീട് ഇടിക്കുന്നത്. ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ ഇടി നടക്കുമ്പോൾ ചില ആളുകൾ ആ മുൻഭാഗത്തെ തൂണ് ഇടിക്കുന്ന തിരക്കിലാണ്. ആ തൂണ് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ കാർഷെഡ് പൂർണ്ണമായും താഴേക്ക് പതിക്കും. അതോടുകൂടെ കുറെ പണി എളുപ്പമാവും. ആ കാര്യം അറിയാവുന്ന പണിക്കാർ ആ കാർഷെഡിനെ താങ്ങി നിർത്തിയിരിക്കുന്ന കൂറ്റൻ തൂണ് ഇടിച്ചു പൊളിക്കുകയാണ്. അകത്ത് വേറെ ആളുകൾ വേറെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തൂണ് ഇടിച്ചുകൊണ്ടിരിക്കുന്ന ആള് കുറെ നേരം ശ്രമിച്ചപ്പോൾ ആ തൂണിന്റെ ഒരു ഭാഗം അടർന്നു. ആ ഭാഗം അടർന്ന ആ നിമിഷത്തിൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അയാൾ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. അയാളുടെ അടിയേറ്റ് ആ തൂണിൽ നിന്ന് അടർന്നു വീണ ഭാഗത്തുനിന്ന് അയാൾ ഒരു കാഴ്ച കാണുകയാണ്. ഒരു എല്ലിന്റെ ഭാഗമാണ് അയാൾ കാണുന്നത്. സംശയം തോന്നിയ ആ പണിക്കാരൻ അയാളുടെ കയ്യിലുള്ള ഉളിയും ചുറ്റിലും ഉപയോഗിച്ച് ആ എല്ല് കണ്ട ഭാഗത്തിന് ചുറ്റുമായി ഒന്ന് അടിച്ചതും അവിടെ ഒരു തലയോട്ടി തൂണിനകത്തിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട പണിക്കാരൻ ഉടനെ ബാക്കി ജോലിക്കാരെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞ് ആ വീടിന്റെ പുറത്ത് റോഡിൽ നിൽക്കായിരുന്ന രവീന്ദ്രനും അകത്തേക്ക് വന്നു. അദ്ദേഹം അമ്പരപ്പോടെ ആ കാഴ്ച കാണുകയാണ്. അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ തൂണിന്റെ ഏകദേശം ഒത്ത നടുക്കായി ഒരു തലയോട്ടി അങ്ങനെ ഇരിക്കുകയാണ്. ആ തലയോട്ടി ശരിക്കും രവീന്ദ്രനെയും അവിടെയുള്ള പണിക്കാരെയും തെല്ലെന്നൂല അമ്പരപ്പിച്ചിരിക്കുന്നത്. ഒരു ഭയവും അവർക്കുണ്ട്. രവീന്ദ്രൻ ആ സ്ഥലം വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ രവീന്ദ്രനെ ആ സ്ഥലം വാങ്ങരുതെന്ന് പറഞ്ഞ് സമീപിച്ചിരുന്നു. ഫോണിലൂടെയും നേരിട്ടുമൊക്കെ ആളുകൾ രവീന്ദ്രനോട് ആ സ്ഥലം ഒരു കാരണവശാലും വാങ്ങരുതെന്ന് പറഞ്ഞതാണ്. അതിന് അവർ പറഞ്ഞ ന്യായം രാത്രി കാലങ്ങളിൽ അവിടെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ്. അവരിൽ പലരും ആ സ്ത്രീയുടെ ശബ്ദം കേട്ടിട്ടുണ്ട്, ആ സ്ത്രീയെ അവ്യക്തമായി കണ്ടിട്ടുമുണ്ട്. പ്രേതബാധയുള്ള വീടാണ് അവിടെ ഉള്ളത്. ആ സ്ഥലം വാങ്ങിച്ചാൽ അതൊരിക്കലും ശരിയാകില്ല എന്ന് രവീന്ദ്രനോട് സ്നേഹവും ബഹുമാനമുള്ള ആളുകൾ നേരിട്ട് കണ്ടും രവീന്ദ്രനോട് പറഞ്ഞതാണ്. പക്ഷെ രവീന്ദ്രന് ആ സ്ഥലത്തിന്റെ പ്രാധാന്യവും ആ 30 സെന്റ് സ്ഥലം ചുളുവിലയ്ക്ക് കിട്ടിയതിന്റെ സന്തോഷവും ആ സ്ഥലം വാങ്ങാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിച്ചു. സാധാരണഗതിയിൽ ആ ഹരിപ്പാട് ആ 30 സെന്റ് സ്ഥലത്തിന് നല്ല വില കൊടുക്കണം. ആരും വാങ്ങാതെ കിടക്കുന്നത് കൊണ്ട് രവീന്ദ്രൻ പറഞ്ഞ വിലയ്ക്ക് അതിന്റെ ഉടമകൾ ആ സ്ഥലം വിൽക്കാൻ തയ്യാറായതുകൊണ്ടാണ് അവസാനം രവീന്ദ്രൻ വാങ്ങിച്ചത്. ആളുകൾ പറഞ്ഞ കഥയിൽ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ ശബ്ദവും രൂപവും ഒക്കെ ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് ആ തൂണിനകത്ത് ഒരു തല കണ്ടപ്പോൾ ആ കഥയാണ് രവീന്ദ്രന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. എന്തായാലും ഉടൻ തന്നെ രവീന്ദ്രൻ ഹരിപ്പാട് പോലീസിനെ വിവരം അറിയിച്ചു. അവര് സംഭവ സ്ഥലത്തെത്തി. വിവരം ഇതിനിടയിൽ റോഡിന് പുറത്തുണ്ടായിരുന്ന ആളുകളൊക്കെ അറിഞ്ഞു. പോലീസ് എത്തപ്പോഴേക്കും അവിടെ ഒത്തിരി ആളുകൾ കൂടിയിട്ടുണ്ട്. എല്ലാവരും കൗതുകത്തോടെ ആ തൂണിലേക്ക് നോക്കുകയാണ്. തറയിൽ നിന്ന് ഏകദേശം ഒരു 8 അടി മുകളിലായിട്ടാണ് ആ തല കാണുന്നത്. ഈ കാർഷെഡിന്റെ ആ തൂണിന് സമീപത്തായി ഒരു ഭിത്തിയുണ്ട്. ഒരാൾക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ കഴിയുന്ന ശൈലിയിൽ വീതിയുള്ള ഭിത്തിയാണ്. ആ ഭിത്തിയിൽ കയറി നിന്നാണ് ആ പണിക്കാരൻ കൂടം കൊണ്ട് ആ തൂണ് അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ 8 അടി പൊക്കത്തിൽ ആ തൂണ് പൊട്ടാൻ ഇടവന്നത്. എന്തായാലും അവിടത്തെ പോലീസും അത്ഭുതത്തോടെ ആ കാഴ്ചയിലേക്ക് നോക്കുകയാണ്. ആ തൂണിനകത്ത് തലയൂട്ടി വെച്ച് ആരെങ്കിലും തൂണ് ചെയ്യൂ? ചില ആളുകൾ വീട്ടിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വരാൻ വേണ്ടി പല സാധനങ്ങളും വീടിന്റെ നിർമ്മാണ പ്രക്രിയ നടക്കുന്ന സമയത്ത്
കുഴിച്ചിടുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരാളും തൂണിനകത്ത് തലയോട്ടി വെച്ച് സാധാരണ ഇതിൽ തൂണ് ചെയ്യാറില്ല. പോലീസിന്റെ സാന്നിധ്യത്തിൽ അനവധി ആളുകൾ ചേർന്ന് ആ തൂണിന്റെ താഴ്ഭാഗം പതുക്കെ പൊളിച്ചു തുടങ്ങി. ഈ തൂണ് പൊളിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ തൂണ് പൊളിച്ചാൽ ആ കാർ ഷെഡ് താഴേക്ക് വീഴും. അത് അറിയാവുന്നത് കൊണ്ട് തന്നെ അനവധി സംവിധാനങ്ങൾ ആ കാർ ഷെഡ് താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഉറപ്പിച്ചതിന് ശേഷമാണ് ആ തൂണ് പൊട്ടിച്ചു തുടങ്ങിയത്. നേരത്തെ ആ കാർ ഷെഡ് താഴെ വീഴാൻ വേണ്ടിയാണ് അവരത് പൊളിച്ചതെങ്കിൽ ഇപ്പോ കഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ആ വീട് പൊളിച്ചാൽ മതി എന്നുള്ള പോലീസിന്റെ നിർദ്ദേശത്തെ അവർ പാലിക്കുകയാണ്. ആ പണിക്കാർ ആ തലയോട്ടി കണ്ട ഭാഗത്തുനിന്ന് താഴേക്ക് ഉളിയും ചുറ്റിലും ഉപയോഗിച്ച് പതുക്കെ പതുക്കെ പൊളിച്ചു തുടങ്ങി. ആ തൂണിന്റെ അടരുകൾ ഒന്നൊന്നായി ഇളകി മാറുമ്പോൾ ആ കാഴ്ച വ്യക്തമായി വരികയാണ്. ആ തലയോട്ടിയുടെ താഴോട്ട് പിന്നെയും ഭാഗങ്ങളുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ തൂണിന്റെ അകത്ത് ആളുകളെ അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ഒരു കാഴ്ച അവർ കാണുകയാണ്. ഒരാള് അവിടെ നിൽക്കുകയാണ്. ആളെന്ന് പറയാൻ പറ്റില്ല, ഒരു അസ്ഥികൂടം. ആ അസ്ഥികൂടത്തിന് ചുറ്റും ശരിക്കും ചങ്ങല കൊണ്ട് വരിഞ്ഞിട്ടുണ്ട്. ചങ്ങല കൊണ്ട് വരിഞ്ഞിരിക്കുന്ന ആ അസ്ഥികൂടത്തെ ആ തൂണിന്റെ അകത്ത് നിർത്തി ആ തൂണിന് ചുറ്റും കോൺക്രീറ്റ് ഇട്ട് ആ തൂണ് ഉറപ്പിച്ചതാണ്. അതിപ്പോ ഏകദേശം വ്യക്തമാണ്. തലയോട്ടിയുടെ മുകൾ ഭാഗവും ആ അസ്ഥികൂടത്തിന്റെ പുറകുഭാഗവും ഇപ്പോഴും കോൺക്രീറ്റിൽ തട്ടി നിൽക്കുകയാണ്. അതുപോലെ കാലും കൈകളുടെ ഭാഗവും ബാക്കി ഉടലിന്റെ ഭാഗവും ഒക്കെ ആ ഉളി ഉപയോഗിച്ച് വളരെ ശ്രദ്ധാപൂർവം ആ പണിക്കാർ അടർത്തിയെടുക്കുകയാണ്. വിവരം പെട്ടെന്ന് തന്നെ കാട്ടുതീ പോലെ പടർന്നതും മാധ്യമങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ആ ഭാഗത്തേക്ക് ഉണ്ടായി. അങ്ങനെ എളുപ്പം കിട്ടുന്ന ഒരു വിഷ്വൽ അല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു തൂടിനകത്ത് അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു അസ്ഥികൂടം നിൽക്കുകയാണ്. ആ പണിക്കാരെ കയറി നിൽക്കുന്ന ഭിത്തിക്ക് സമാന്തരമായിട്ടാണ് ആ അസ്ഥികൂടത്തിന്റെ കാൽപാദമുള്ളത്. അവിടെ നേരെ മുകളിലേക്കാണ് അസ്ഥികൂടം നിൽക്കുന്നത്. ആ അസ്ഥികൂടത്തിന്റെ പൊക്കം ഇപ്പോ വിസിബിൾ ആണ്. അത് കണ്ട പോലീസിനും നാട്ടുകാർക്കൊക്കെ ഒരു ധാരണ ഉണ്ടാകുന്നുണ്ട്. ആ അസ്ഥികൂടം മിക്കവാറും ഒരു സ്ത്രീയുടേതായിരിക്കും. ആ അസ്ഥികൂടത്തിന് ഏകദേശം ഒരു 5 അടി 2 ഇഞ്ച് പൊക്കമുണ്ട്. ആ പൊക്കം സ്ത്രീകളുടെ പൊക്കവുമായി കണക്റ്റഡ് ആണ്. അത് മാത്രമല്ല ആ നിൽക്കുന്ന ആ നിൽപ്പും അതൊരു സ്ത്രീയാണെന്ന് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാക്കുന്നുണ്ട്. അസ്ഥികൂടം മാത്രമേ ഉള്ളൂ, എന്നാലും ആ തുടയെല്ലുകളും ഇടുപ്പും അതുപോലെ ആ അസ്ഥികൂടത്തിന്റെ താടിയെല്ലും ഒക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ച് പോലീസിന് അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്തായാലും ഈ സമയത്താണ് ഫോറൻസിക് ടീം സംഭവ സ്ഥലത്ത് എത്തുന്നത്. ഒരുപാട് ഹയർ ഒഫീഷ്യൽസും രംഗത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും കൗതുകത്തോടെയാണ് ആദ്യം ഈ കാഴ്ച കാണുന്നത്. ഒരുപാട് ഫോട്ടോഗ്രാഫ്സും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അതിലെ ഓരോ നിമിഷങ്ങളും ഫോട്ടോയാക്കി മാറ്റുകയാണ്. അവർ ഇതുവരെ കണ്ടിട്ടോ കേട്ടോ ഇല്ലാത്ത ശൈലിയിലുള്ള ഒരു രംഗമാണ് കാണുന്നത്. അവിടെ ഇനി അല്പ പടി കൂടെ കഴിഞ്ഞാൽ ആ പുറകുവശത്ത് സിമന്റ് ഒക്കെ മാറ്റി ആ എല്ലും കൂടം അവിടെ നിന്ന് ഇളക്കാം. അതിന് മുന്നോടിയായി ഫോറൻസിക് ടീം ആ തൂണിൽ നിർത്തിക്കൊണ്ട് തന്നെ ആ എല്ലിൻ കൂടം പരിശോധിച്ചു തുടങ്ങി. ആ അസ്ഥികൂടത്തിൽ അവരുടെ പ്രാഥമിക പരിശോധന കഴിഞ്ഞതും പോലീസിന്റെ സംശയം വെറും സംശയമല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു നിരീക്ഷണമാണ് ഫോറൻസിക് ടീമിന്റെ ഭാഗത്തുണ്ടായത്. ഇതൊരു സ്ത്രീയുടെ അസ്ഥികൂടമാണ്. ഒരു 25 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു സ്ത്രീയുടെ അസ്ഥികൂടമാണ്. അവര് പ്രസവിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ആ അസ്ഥികൂടം നിരീക്ഷിച്ച സമയത്ത് തന്നെ ഫോറൻസിക്കാര് പോലീസിനോട് സൂചിപ്പിച്ചു. ഇനി ആ അസ്ഥികൂടം എന്നാണ് ഈ അവസ്ഥയിലേക്ക് മാറിയെന്ന് കണ്ടെത്തണമെങ്കിൽ ഒരുപാട് പരിശോധനകൾ വേണ്ടിവരും. DNA പരിശോധന കൊണ്ട് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ. DNA പരിശോധനയ്ക്ക് അനുയോജ്യമായ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. ആ അസ്ഥികൂടം ആ തൂണിനകത്തായിരുന്നത് കൊണ്ട് തന്നെ ഈർപ്പം, ഓക്സിജനും ബാക്ടീരിയ തുടങ്ങി ഈ ദ്രവിക്കൽ പ്രക്രിയയുമായി കണക്ട് ചെയ്ത ഒരു സംഭവവും ആ അസ്ഥികൂടത്തെ അറ്റാക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബോണുകൾ ഏതാണ്ട് സ്ട്രോങ് ആയിരിപ്പുണ്ട്. ആ ബോണുകളിൽ നിന്ന് DNA വേർതിരിക്കാൻ എളുപ്പമാണ്. ആ പറമ്പിൽ രാത്രികാലങ്ങളിൽ ആളുകൾ കേൾക്കുന്ന ശബ്ദം, ആളുകൾ അറിയുന്ന ആ നിഴൽ, സ്ത്രീയുടെ അസ്ഥികൂടമാണ് ആ തൂണിനകത്തുള്ളത് എന്ന കാര്യം, ഇത് മൂന്നും കണക്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു കാര്യം പുറത്തേക്ക് വരികയാണ്. ഒരു യുവതിയുടെ ശബ്ദം ആ പറമ്പിൽ നിന്ന് കേൾക്കുന്നു എന്നാണ് ആളുകൾ സാധാരണ പറയുക. ഒരു പൊട്ടിച്ചിരി, ഒരു ചിലങ്ക കിലുങ്ങുന്ന ശബ്ദം, മുഴക്കമുള്ള രീതിയിൽ ഡയലോഗുകൾ, അങ്ങനെ പല ശൈലിയിലുള്ള അനുഭവങ്ങളാണ് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. നാടകത്തിലേക്ക് കേൾക്കുന്ന ശൈലിയിലുള്ള ഒരു നാടകീയമായ സംഭാഷണം ആ പറമ്പിൽ നിന്ന് കേട്ടതായി അനുഭവം പറഞ്ഞ ആളുകളുമുണ്ട്. അതുപോലെ ചില സമയത്തൊക്കെ ഡാൻസിന്റെ സ്റ്റെപ്പുകൾ അവിടെ നിന്ന് കേൾക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് അവർക്ക് ഒരു സ്ത്രീയുടെ നിഴൽ രൂപമാണ് കാണാൻ കഴിയുക. പകൽ സമയത്ത് ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഭയത്തോടെ അതുവഴി നോക്കുന്ന ആളുകൾ രാത്രിയായാൽ ആ ഭാഗത്തേക്ക് വരാറേയില്ല. സംഭവം അറിഞ്ഞ് അനവധി ആളുകൾ അവിടേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. അവരൊക്കെ കുറെ വർഷങ്ങളായി കേൾക്കുന്ന കഥയാണ് ആ പറമ്പിനകത്ത് ഒരു യക്ഷി ഉണ്ടെന്നുള്ള കഥ, അല്ലെങ്കിൽ ഒരു പ്രേത സാന്നിധ്യം ഉണ്ടെന്നുള്ള കഥ. ആ കഥ വെറുതെ ഉണ്ടായതല്ല എന്ന യാഥാർത്ഥ്യം ഇപ്പൊ ഇതാ തിരിച്ചറിയുകയാണ്. എന്തായാലും വാർത്ത പെട്ടെന്ന് സോഷ്യൽ മാധ്യമങ്ങൾ വഴി സകല ആളുകളിലേക്കും എത്തി. കഥ എങ്ങ് പടരുകയാണ്. ആരാണ് ആ സ്ത്രീ? എങ്ങനെ ആ സ്ത്രീയുടെ അസ്ഥികൂടം അവിടെ ആ കോൺക്രീറ്റ് തൂണിനകത്ത് വന്നു? ഒരു കാര്യം വ്യക്തമാണ്,
ആ അസ്ഥികൂടമായിട്ടല്ല അതിനകത്ത് വെച്ചത്. ഡെഡ് ബോഡി ആ തൂണിനകത്ത് വെച്ച് കോൺക്രീറ്റ് കൊണ്ട് മൂടുകയായിരുന്നു. അവിടെ ഇരുന്നിരുന്ന് ആ ഡെഡ് ബോഡിയിലെ മാംസമൊക്കെ തീർന്നതാണ്. ഈ സംഭവത്തിന്റെ തുടർ അന്വേഷണം നടത്താൻ വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. മനീഷ് തമ്പാനാണ് അന്വേഷണ ചുമതല. അദ്ദേഹമാണ് സ്ഥലത്തെ ഡിവൈഎസ്പി. മനീഷ് തമ്പാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം തന്നെ എത്തിയിരിക്കുകയാണ്. രവീന്ദ്രൻ വാങ്ങിയ ആ പുരയിടം ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അന്വേഷണം കഴിയുന്നവരെ അവിടെ നിന്ന് ഒരു കാര്യവും മാറ്റാനുള്ള അനുവാദം രവീന്ദ്രനും പണിക്കാർക്കുമില്ല. ആ വീടും പരിസരവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന പോലീസ് ആ അസ്ഥികൂടം അവിടെ നിന്ന് ഇളക്കിയെടുത്ത് ആ കാർ ഷെഡ് താഴെ വീഴാതെ തൂണുകൾ ഉപയോഗിച്ച് നിർത്തിയിരിക്കുകയാണ്. അസ്ഥികൂടം പരിശോധനയ്ക്കായി ലാബിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആരുടെ ഡെഡ് ബോഡിയാണ് അസ്ഥികൂടമായി മാറിയെന്ന് കണ്ടെത്തണം. ആ അസ്ഥികൂടത്തിന്റെ ഒരു കാലപ്പഴക്കം കണ്ടെത്തണം. അതിന്റെ DNA പ്രൊഫൈൽ ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് കടമ്പകൾ അവിടെയുണ്ട്. ലാബ് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ മുഴുകുമ്പോൾ ഇവിടെ പോലീസ് ആ വീടും പരിസരവും പരിശോധിക്കുകയാണ്. വളരെ പുരാതനമായ പശ്ചാത്തലമുള്ള ആ വീടിന് 2 സെറ്റപ്പ് ഉണ്ട്. മുൻഭാഗം ടെറസും പുറകുഭാഗം ഓടുമാണ്. ആ ഓടിട്ട ഭാഗത്തിന് ഒരുപാട് വർഷത്തെ പഴക്കം. പക്ഷെ മുൻഭാഗത്തിന് ആ ഓടിട്ട ഭാഗത്തിന് അത്രയും പഴക്കമില്ല. എന്തായാലും കുറെ വർഷത്തെ പഴക്കമുണ്ടെന്ന് വ്യക്തമാണ്. അവിടെ എത്തിയ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അതാണ് പറയുന്നത്. പല ചെറുപ്പക്കാർക്കും ഓർമ്മയുള്ളപ്പോഴേ ആ ബിൽഡിംഗ് ടെറസാണ്. എന്നാൽ കുറച്ച് പ്രായമുള്ള ആളുകൾ അങ്ങനെയല്ല പറയുന്നത്. സർ, ഇത് 2000ന്റെ തുടക്കത്തിലൊക്കെ ഓടായിരുന്നു. ഇവിടെ ഒരു കൂറ്റൻ മാവുണ്ടായിരുന്നു. 2002 മറ്റോ ആണ് വലിയൊരു മഴയും കൊടുങ്കാറ്റൊക്കെ ഉണ്ടായപ്പോൾ ആ മാവ് ഒടിഞ്ഞ് ഇവിടെ ഈ കെട്ടത്തിന് മുകളിൽ കൂടെ വീണത് എനിക്ക് ഓർമ്മയുള്ള കാര്യമാണ്. ഏകദേശം ഒരു 60-70 വയസ്സ് പ്രായമുള്ള ഒരാളാണ് ആ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന് അന്ന് നല്ല ചെറുപ്പമാണ്. അദ്ദേഹം അന്ന് 40കളിലാണ്. 25-30 വയസ്സിനകത്ത് പ്രായമുള്ള ആളുകൾ ചിലരും ആ ആള് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. അതെ, ഇവിടെ ഒരു ഓടിട്ട വീടാണ് ഉണ്ടായിരുന്നത്. എപ്പോഴും ആ വീടിന്റെ ഒരു ഭാഗം ടെറസായി മാറിയതാണ്. ആ ഡയലോഗിൽ നിന്ന് പോലീസിന് കാര്യം മനസ്സിലായി. അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. ആ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് ഏകദേശം 20 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. രവീന്ദ്രനോട് പോലീസ് അയാള് ആരിൽ നിന്നാണ് ആ സ്ഥലം വാങ്ങിച്ചെന്ന് തിരക്കിപ്പോ അതിന് ഉത്തരം രവീന്ദ്രനുണ്ട്. രവീന്ദ്രൻ സ്ഥലം വാങ്ങിച്ച ആളുകളെ കോണ്ടാക്ട് ചെയ്തു. അവര് സംഭവ സ്ഥലത്തെത്തി. സംഭവ സ്ഥലത്ത് വന്നത് ഒരു കുമാരൻ നായരാണ്. കുമാരൻ നായരുടെ കുടുംബ വീടാണ് യഥാർത്ഥത്തിൽ ആ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അയാള് ജനിച്ചു വളർന്നത് ആ വീട്ടിൽ തന്നെയാണ്. കുമാരൻ നായർക്ക് ഇപ്പോ 65 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അയാൾ ജനിക്കുമ്പോൾ ആ വീടുണ്ട്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള വീടാണ് അതെന്നർത്ഥം. അയാളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ആ വീട്ടിൽ ആൾതാമസമില്ലാതെ കിടക്കുകയായിരുന്നു. വീട് കുമാരന്റെ ജ്യേഷ്ഠന്റെ പേരിലായിരുന്നു. ജ്യേഷ്ഠൻ കുടുംബമായിട്ട് ദില്ലിയിലായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠൻ മരിച്ചുപോയി. ഇപ്പോ ജ്യേഷ്ഠന്റെ മക്കളിൽ ആരുടെയോ പേരിലാണ് ആ വീട്. അത്രയും കാര്യങ്ങളാണ് കുമാരൻ അറിയാവുന്നത്. കുമാരൻ വഴിയാണ് യഥാർത്ഥത്തിൽ ഈ രവീന്ദ്രൻ ആ വീട് വാങ്ങിച്ചത്. രവീന്ദ്രൻ അറിയാം ഇപ്പോ ആ വീട് ആരുടെ പേരിലാണ്. പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ വീടിന്റെ യഥാർത്ഥ ഉടമ നാട്ടിലെത്തിയിരുന്നു. ദില്ലിയിൽ താമസിച്ചിരുന്ന കുമാരന്റെ ജ്യേഷ്ഠന്റെ മകളുടെ പേരിലാണ് ആ വീട്. അവളാണ് ഈ രവീന്ദ്രന് ആ വീട് വിറ്റത്. പോലീസ് ആ സ്ത്രീയെ കോണ്ടാക്ട് ചെയ്തു. അശ്വതി ദില്ലിയിൽ ഒരു ഗവൺമെന്റ് സർവന്റാണ്. ഹരിപ്പാട് നിന്ന് കോണ്ടാക്ട് ചെയ്ത പോലീസ് അശ്വതിയുടെ കാര്യം തിരക്കി. അവൾ ജനിച്ചതും വളർന്നതും ഒക്കെ ദില്ലിയിലാണ്. അവളുടെ പിതാവിന്റെ പേരിലുണ്ടായിരുന്ന ആ തറവാട് പിതാവ് വിൽപ്പത്രം രേഖപ്പെടുത്തിയപ്പോൾ അവൾക്കാ കിട്ടിയത്. അവൾക്ക് ഹരിപ്പാട് അങ്ങനെ ഒരു പ്രോപ്പർട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് വിൽക്കാൻ അവൾ തീരുമാനിച്ചത്. അവൾ ആ പ്രോപ്പർട്ടി വിൽക്കാൻ തീരുമാനിച്ചിട്ട് കുറെ വർഷങ്ങളായി. പക്ഷെ എന്തുകൊണ്ടോ ആരും ആ പ്രോപ്പർട്ടി വാങ്ങിയില്ല. ഈ അടുത്ത കാലത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന ആള് ആ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യം കാണിച്ചപ്പോൾ അവള് കുറഞ്ഞ വിലക്കാണെങ്കിലും അതങ്ങ് വിറ്റതാണ്. അശ്വതിക്ക് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അറിയില്ല. അവൾക്കിപ്പോ ഏകദേശം 40 വയസ്സ് പ്രായമുണ്ട്. അവളും ഹസ്ബൻഡും കുട്ടികളും ദില്ലിയിൽ സെറ്റിൽഡാണ്. പോലീസ് ഇപ്പോ കൺഫ്യൂഷനിലായി. അശ്വതി ജനിച്ചു വളർന്നത് ദില്ലിയിലാണ്. അശ്വതിയുടെ സഹോദരനും ദില്ലിയിലാണ്. കുമാരൻ നായരുടെ സഹോദരന് പണ്ടേ കേന്ദ്ര സർവീസിൽ ജോലി കിട്ടിയതുകൊണ്ട് അയാൾ അങ്ങ് ദില്ലിയിലേക്ക് പോയതും അവിടെ അങ്ങ് സെറ്റിൽ ആയതുമാണ്. പക്ഷെ നാട്ടുകാർ പറയുന്നത് ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു നിർമ്മാണം നടന്നു എന്നാണ്. അശ്വതിക്കാണെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ആ സമയത്ത് അവളുടെ പിതാവുണ്ട്. പിതാവ് ഇപ്പോ ജീവിച്ചിരിപ്പില്ല. പക്ഷേ കുമാരൻ നായർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും. കുമാരൻ നായരോട് പോലീസ് തിരക്കി. കുമാരൻ നായർ, ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടന്നതായി ഓർക്കുന്നുണ്ടോ എന്ന ചോദ്യം പോലും അപ്രസക്തമാണ്. കാരണം കുമാരൻ നായർ ജനിച്ചു വളർന്ന ആ വീട്ടിൽ എന്ത് നിർമ്മാണം നടന്നാലും കുമാരൻ നായർ അറിയണമല്ലോ. അയാൾ ആ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ അതൊരു ഓടിട്ട വീടായിരുന്നു. ഇപ്പൊ മുൻഭാഗം ടെറസുള്ള വീടാണ്. കുമാരൻ നായർ പോലീസിനോട് പറഞ്ഞു, സർ, ഞങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയപ്പോൾ ഈ വീട് വെറുതെ കിടക്കുകയായിരുന്നു. എപ്പോഴോ ഈ വീട് ആർക്കോ വാടകയ്ക്ക് എന്റെ ചേട്ടൻ കൊടുത്തിരുന്നു. ആർക്കാണ് വാടക കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലായിരുന്നു. പിന്നെ ഉള്ളത് എൻ്റെ സഹോദരിയാണ്.
അവള് പണ്ട് തന്നെ വിവാഹിതയായി ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. ഞങ്ങൾ 3 പേരും കേരളത്തിന് പുറത്ത് അങ്ങ് ആയപ്പോൾ ശരിക്കും ഇവിടെ ആര് വാടകയ്ക്കെടുത്തുന്നോ അവരെന്ത് നിർമ്മാണം നടത്തുന്നോ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇവിടെ ഈ പൂമുഖം പിന്നീട് ഉണ്ടാക്കിയതാണ്. നാട്ടുകാർക്കും ആ കാര്യം അറിയാം. അതുവഴി പണ്ട് കടന്നു പോയിട്ടുള്ള ആളുകൾ അവിടെ ഓടിട്ട വീട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവര് ടെറസിട്ട വീട് കാണുകയാണ്. അവിടെ നിർമ്മാണം നടന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു ഏകദേശ കാലഘട്ടവും നാട്ടുകാർക്കറിയാം. എന്നാലും പോലീസിന് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ആ സമയത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളുകൾ ആരാണെന്ന് അറിയണം. വാടകയ്ക്ക് കൊടുത്ത കക്ഷി കുമാരൻ നായരുടെ ജ്യേഷ്ഠനാണ്. അദ്ദേഹവും ഭാര്യയും ജീവിച്ചിരിപ്പില്ല. മക്കൾ 2 പേർക്കും ഈ വിഷയങ്ങളുമായി ഒരു ബന്ധവുമില്ല. കുമാരൻ നായരാണെങ്കിൽ ചെന്നൈയിലായിരുന്നു, സഹോദരി ബാംഗ്ലൂരുമാണ്. ആ കുടുംബത്തിന് അവിടെ വാടകയ്ക്ക് എടുത്തിരുന്ന ആളുകളെ കുറിച്ച് അറിയില്ല എന്നത് ഏകദേശം വ്യക്തമായതും പോലീസ് ആ ചുറ്റുവട്ടത്തുള്ള ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. സമീപത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഒരു കാര്യം പോലീസിനോട് പറയുകയാണ്, 10-20 വർഷമായിട്ട് എന്തായാലും അവിടെ ആൾതാമസമില്ല. അതിനു മുമ്പ് കുമാരൻ നായരുടെ കുടുംബം താമസിച്ചിരുന്നു. അത് ഒരു 30-40 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഈ 2 സംഭവങ്ങൾക്കിടയിൽ ഏതാനും കുടുംബങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്നുള്ള കാര്യം നാട്ടുകാർക്കറിയാം. പക്ഷെ അതൊക്കെ പണ്ടാണ്, 20 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് തന്നെ ആരാണ് അവിടെ താമസിച്ചിരുന്നെന്നോ അവർ എവിടത്തുകാരായിരുന്നെന്നോ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പോലീസ് തികച്ചും ഏതാണ്ട് പെട്ടതുപോലെ ആ അസ്ഥികൂടം ആരുടേതാണെന്ന് അറിയണമെങ്കിൽ ആ അസ്ഥികൂടം അവിടെ വന്ന വഴി അറിയണം. അതറിയാൻ എന്താണ് മാർഗം? എന്തായാലും ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഏത് കാലഘട്ടത്തിലാണ് നടന്നതെന്നുള്ള കാര്യം നാട്ടുകാർക്ക് വലിയ ഓർമ്മയില്ല. അതിന് ഒരു കാരണമുണ്ട്. 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് വയലിന്റെ അക്കരെയായിരുന്നു ഈ വീട്. ആ വീടിന്റെ പരിസരത്തേക്ക് ആരും പോകേണ്ട ആവശ്യമില്ല. ആളുകൾ റോഡിൽ കയറുന്നത് വേറെ വഴി കൂടിയാണ്. കാലം മുന്നോട്ട് പോയപ്പോൾ ആ വയലുകൾ മുഴുവൻ നികത്തപ്പെട്ടു. അവിടെയെല്ലാം നിറ വീടുകളായി. ഈ കുമാരൻ നായരുടെ ഫാമിലി വീടിന് സമീപത്തുകൂടി റോഡായി. ആ റോഡ് വന്നതിന് ശേഷമാണ് ആളുകൾ യഥാർത്ഥത്തിൽ ഈ വീട് കാണുന്നത്. അവരെ കാണുമ്പോഴൊക്കെ ആ വീടിന്റെ മുൻഭാഗം ടെറസുമാണ്. ആ വീടിന്റെ ഗേറ്റ് എപ്പോഴും അടഞ്ഞു കിടക്കും. അവിടെ ആൾതാമസമേ ഇല്ല. ഈ കഥയാണ് എല്ലാ ആളുകൾക്കും അറിയാവുന്നത്. പണ്ട് ആ വയൽ വരമ്പത്തൂടെയൊക്കെ നടന്നു പോയിട്ടുള്ള ആളുകളാണ് പണ്ട് അവിടെ ഒരു ഓടിട്ട വീടായിരുന്നു എന്ന കാര്യം ഓർക്കുന്നത് തന്നെ. പിന്നെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, കളിക്കാനൊക്കെ വയലിലേക്ക് ഇറങ്ങുമായിരുന്ന അവർക്കും അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. അവരാണ് പോലീസിനോട് നേരത്തെ ആ കാര്യമൊക്കെ സൂചിപ്പിച്ചത്. എന്തായാലും പോലീസ് ശരിക്കും കൺഫ്യൂഷനിലാണ്. എന്തോ ഒരു ദുരൂഹത ആ വീടുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ദുരൂഹത ഉണ്ടായിരിക്കുന്നത് 10-20 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എക്സാക്റ്റ് ആയിട്ട് ആ സംഭവത്തെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. ഒരാൾ പറഞ്ഞ ഒരു അറിവ് പോലീസിന് ഇപ്പോഴും ഉണ്ട്. ഒരു കൂറ്റൻ മാവ് ആ വീടിന്റെ മുൻവശത്തുണ്ടായിരുന്നെന്നും അത് പിഴുത് ആ വീടിന്റെ മുൻഭാഗത്തേക്ക് വീണുവെന്നും അയാൾക്ക് ഓർമ്മയുണ്ട്. അത് ഈ 2000-2005 ഇടയിലാണ്. പോലീസ് ആ ഒരു ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ 2000-2005 സമയത്ത് ആ മേഖലയിൽ മേസ്തിരിപ്പണി ചെയ്യുമായിരുന്ന ആളുകളുടെ ലിസ്റ്റ് കളക്ട് ചെയ്തു തുടങ്ങി. ആശാരിപ്പണിയും മേസ്തിരിപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾ എല്ലാ ഭാഗത്തും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവരോട് ഈ കുമാരൻ നായരുടെ ആ കുടുംബ വീട് ഇരിക്കുന്ന ഭാഗത്ത് 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് പണിയെടുത്ത ആളുകളെ ആരെങ്കിലും അറിയാമെന്ന് തിരക്കിപ്പോ അവരെങ്ങനെ ആലോചിച്ചപ്പോ ഒരാളെ അവർക്ക് കിട്ടി. പോലീസ് അങ്ങനെയാണ് ആ ആളുടെ വീട്ടിലെത്തുന്നത്. അയാൾക്കിപ്പോ ഒരു 10-70 വയസ്സ് പ്രായമുണ്ട്. അയാൾക്ക് കാര്യം ഓർമ്മയുണ്ട്. അയാൾ വന്ന് ആ പണിക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ്. അയാളന്ന് ഒരു മേസ്ത്രിയുമാണ്. പോലീസ് രാഘവൻ എന്ന ആ വ്യക്തിയോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ രാഘവൻ മേസ്ത്രി പോലീസിനോട് ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അയാൾക്ക് ശരിക്കും ആരോഗ്യത്തിനൊരു ക്ഷതമുണ്ടെങ്കിലും അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. 2002 അതിശക്തമായ ഒരു മഴയും കാറ്റുമൊക്കെ ഹരിപ്പാട് മേഖലയിൽ ഉണ്ടായി. ആ സമയത്താണ് ആ മാവ് പൊഴുത് ആ വീട്ടിലേക്ക് വീണത്. രാഘവൻ മേസ്ത്രിക്ക് അന്ന് ആ കോൺട്രാക്ട് എടുത്തിരുന്ന വ്യക്തിയെ ഓർമ്മയുണ്ട്. അതൊരു തോമസ് ആണ്. തോമസിനോട് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. എന്നാലും രാഘവൻ മേസ്ത്രി പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തോമസിനെ കണ്ടുപിടിച്ചു. തോമസ് ഇപ്പൊ ആലപ്പുഴയിൽ വിശ്രമ ജീവിതത്തിലാണ്. അയാൾക്ക് സംഭവങ്ങൾ ഓർമ്മയുണ്ട്. ആ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളാണ് അയാളെ വിവരം അറിയിച്ചത്. അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ദില്ലിയിലുള്ള കുമാരൻ നായരുടെ ജ്യേഷ്ഠൻ ഗോപാലൻ നായരെ കോൺടാക്ട് ചെയ്തിരുന്നു. ഗോപാലൻ നായർ വീട് പൊളിഞ്ഞു വീണ കാര്യം അറിഞ്ഞപ്പോൾ ആ വീട് പുനർസൃഷ്ടിക്കാനുള്ള ഒരു പ്ലാന് വരച്ച് തോമസിന് അയച്ചു കൊടുക്കുകയായിരുന്നു. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് തോമസ് ആ വീട് നിർമ്മിച്ചത്. പണമല്ല, കൃത്യസമയത്തിന് ചെക്ക് വഴി തോമസിന് കിട്ടുമായിരുന്നു. തോമസ് ഒരിക്കൽ പോലും ഗോപാലിനെ കണ്ടിട്ടേയില്ല. വീടിന്റെ പണി തീർന്നപ്പോൾ ചെന്നൈയിൽ നിന്ന് കുമാരൻ നായർ എത്തി. കുമാരൻ നായരുടെ കൈവശം താക്കോല് തോമസ് ഏൽപ്പിച്ചതും തോമസിന് ഓർമ്മയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തോമസ് പോലീസിനോട് പറഞ്ഞതും പോലീസ് തോമസിനോട് ചോദിച്ചു, തോമസ്, അന്ന് ആ കാർ ഷെഡിന്റെ തൂണുകൾ നിർമ്മിച്ചത് നിങ്ങൾ തന്നെയല്ലേ? അതെ, ഞാൻ തന്നെയാണ് തൂണ് നിർമ്മിച്ചത്. തോമസ്, നിങ്ങൾ വാർത്തകൾ വായിച്ചല്ലോ? ഞാൻ വായിച്ചായിരുന്നു സാർ. ആ തൂണിനകത്ത് കണ്ട അസ്ഥികൂടത്തെ കുറിച്ച് ഞാൻ വായിച്ചായിരുന്നു.
ആ അസ്ഥി കൂടെ എങ്ങനെ ആ തൂണിനകത്ത് വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ടും ഒരു ഓർമ്മയും കിട്ടുന്നില്ല. അന്ന് ആ പണി ചെയ്തിരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ആ വീടിനകത്ത് തന്നെയാണ് ഒരുക്കിയിരുന്നത്. അവർ അതിനകത്ത് തന്നെ ആഹാരമൊക്കെ പാചകം ചെയ്ത് എടുക്കുകയായിരുന്നു പതിവ്. ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ആ പണി നടക്കുന്ന സ്ഥലത്ത് ചെല്ലുമായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏത് ദിവസമാണ് ആ തൂണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ തൂണൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ ആ തൂണിന് മുകളിൽ ആ കാർ ഷെഡും വാർക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇതൊക്കെ എനിക്ക് ഓർമ്മയുള്ള കാര്യമാണ്. അത്രയും കാര്യങ്ങൾ തോമസ് പറഞ്ഞതും പോലീസ് തോമസിനോട് തിരക്കി. തോമസ്, അന്ന് അവിടെ പണി ചെയ്തിരുന്ന ആളുകളെ അറിയൂ. അതിൽ ഒരാളെ എനിക്കറിയാം, രാഘവ മേസ്ത്രി. രാഘവ മേസ്ത്രിയെ പോലീസിനും ഇപ്പൊ അറിയാം. അതല്ലാതെ അതല്ലാതെയും വേറെ ആളുകൾ ഉണ്ടായിരുന്നു. വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തോമസ് പറയാതെ തന്നെ പോലീസിന് അറിയാം. പക്ഷെ അത് ആരാണ് എന്നുള്ള കാര്യമാണ് പോലീസിന് അറിഞ്ഞുകൂടാത്തത്. ആ പണിക്കാരറിയാതെ അവിടെ അങ്ങനെ ഒരു തൂണിനകത്ത് ആ അസ്ഥികൂടം കിടക്കത്തില്ല. രാഘവൻ മേസ്ത്രി പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യവും അതാണ്. രാഘവ മേസ്ത്രി ആ പണി ഏറ്റെടുക്കുന്ന സമയത്ത് ആ തൂണും കാർ ഷെഡും ഒക്കെ ഉണ്ട്. കാർ ഷെഡിലെ ബാക്കി പണികളാണ് യഥാർത്ഥത്തിൽ രാഘവ മേസ്ത്രി ചെയ്തത്. രാഘവ മേസ്ത്രിയെ അവിടേക്ക് വിളിച്ചുകൊണ്ട് വരാനുള്ള ഒരു കാരണം പണി സ്റ്റക്കായതാണ്. നേരത്തെ പണി ചെയ്തിരുന്ന ആളുകൾ അത്രയും ഭാഗം ചെയ്തതിനു ശേഷം ഏതാണ്ട് പണി അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. അങ്ങനെയാണ് തോമസ് രാഘവ മേസ്ത്രിയെ അവിടേക്ക് വിളിപ്പിക്കുന്നതും രാഘവ മേസ്ത്രിയുടെ ടീം ആ വീടിന്റെ പണി പൂർത്തീകരിക്കുന്നതും. രാഘവ മേസ്ത്രിക്ക് മുമ്പ് അവിടെ ആരാണ് പണി ചെയ്തിരുന്ന ചോദ്യത്തിന്റെ ഉത്തരം രാഘവ മേസ്ത്രിക്ക് അറിയില്ല. തോമസിന് ആ ആളുകളെ അറിയാം. പക്ഷെ തോമസിന് കൃത്യമായിട്ടും ഇപ്പോ അവരെ കൊണ്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുമില്ല. പോലീസിന്റെ അന്വേഷണം അക്ഷരാർത്ഥത്തിൽ ഇടിച്ചു നിൽക്കുകയാണ്. തോമസ് ആ പണി ഏൽപ്പിച്ചിരുന്ന ആളുകൾ അറിയാതെ ആ തൂൺ എന്തായാലും ഉണ്ടാവില്ല. രാഘവ മേസ്ത്രിയും ടീമും വരുമ്പോൾ ആ തൂൺ അവിടെ ഉണ്ടെന്നാലും ആദ്യം പണി കഴിപ്പിച്ച ആളുകളെ ഇപ്പോ കോണ്ടാക്ട് ചെയ്യാൻ തോമസിന്റെ കയ്യിൽ നമ്പറും ഇല്ല. മൊബൈൽ ഫോണൊക്കെ ഇറങ്ങി തുടങ്ങിയ കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും അന്നത്തെ ആളുകളുടെ നമ്പർ തോമസിന്റെ കയ്യിൽ കാണണം. പക്ഷെ ആ നമ്പറൊക്കെ കാലം കഴിഞ്ഞപ്പോൾ തോമസിന്റെ കയ്യിൽ നിന്ന് മിസ്സാവുകയും ചെയ്തു. ഇപ്പോ 23 വർഷങ്ങളെങ്കിലും ആയിട്ടുണ്ടാവും ആ വീട് വെച്ചിട്ട്. തോമസിന് അത് ഏതാണ്ട് ഉറപ്പാണ്. പോലീസ് ഇങ്ങനെ കുഴങ്ങി നിൽക്കുമ്പോൾ ഈ അസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ലാബിലെ പരിശോധനകളും ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആയി. അവിടെ അസന്നിഗ്ധമായി ആ കാര്യം വെളിവായി. ആ അസ്ഥികൂടം ഏകദേശം 20നും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു യുവതിയുടെയാണ്. അവര് പ്രസവിച്ചിട്ടില്ല. ആ വ്യക്തി മരിക്കുന്നത് 23 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അത്രയും പഴക്കം ആ അസ്ഥികൂടത്തിനുണ്ട്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങളൊന്നും ലാബിലെ പരിശോധന വഴി പോലീസിന് കിട്ടിയതുമില്ല. എന്തായാലും 23 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ് ആ തൂണിനകത്തുണ്ടായിരുന്നത് വ്യക്തം. ആ തൂണ് നിർമ്മിച്ച പണിക്കാരെ രാഘവ മേസ്ത്രിക്കും അറിയില്ല. ആ പണിക്കാരെ ഏർപ്പാടാക്കിയ തോമസിന് അതൊട്ട് ഓർത്തെടുക്കാനും പറ്റുന്നില്ല. തോമസിന്റെ ഓർമ്മകൾക്ക് ഒരു പിശകുണ്ട്. ഇപ്പോൾ എക്സാക്റ്റ് ആയിട്ട് അയാൾക്ക് ആ പഴയ കാലം അങ്ങോട്ട് ഓർമ്മയിൽ വരുന്നില്ല. അയാൾ വഴിയാണ് യഥാർത്ഥത്തിൽ പോലീസിന് മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ ആ ഭാഗം ഏതാണ്ട് തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ പോലീസിന് മുന്നോട്ട് പോയല്ലേ പറ്റൂ. അവര് 23 കൊല്ലങ്ങൾക്ക് മുമ്പ് എവിടെയെങ്കിലും ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന ആരംഭിച്ചു. ഹരിപ്പാടിന് ചുറ്റുമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും പഴയ മിസ്സിംഗ് കേസുകൾ തിരഞ്ഞു പിടിച്ച് എടുക്കാൻ DSPയുടെ നിർദ്ദേശമുണ്ടായി. ആ പരിസരത്തു നിന്ന് കൊല്ലം ജില്ലയിലേക്കും അതുപോലെ കോട്ടയം ജില്ലയിലേക്കുമുള്ള മേഖലകളിലെ സ്റ്റേഷനുകളിലും പരിശോധന ആരംഭിച്ചു. ആ പരിശോധനയിൽ അവർ ഊന്നൽ കൊടുക്കുന്നത് 23 വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും യുവതികൾ മിസ്സായ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ നോക്കിയപ്പോൾ കോട്ടയം രാമപുരം ഭാഗത്ത് ഒരു യുവതി മിസ്സായതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി അവിടെ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു. ഈ പറയുന്ന കാലഘട്ടത്തോട് ഏതാണ്ട് ഒത്തുപോകുന്ന ഒരു ഡേറ്റാണ്. ആ പെൺകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവളൊരു നാടക നടിയാണ്. അവളുടെ പേര് കനക എന്നാണ്. കനക എന്ന നാടക നടിയെ തിരിച്ചും അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ കാണാതായി എന്ന വിവരമാണ് ആ ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കനകയുടെ മിസ്സിങ് ഒരുപാട് കോളിലൊക്കെ ഉണ്ടാക്കിയതാണ്. ഒരുപാട് അന്വേഷണങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ അതുമായി ബന്ധിപ്പിച്ച് നടന്നു. കനക എങ്ങോട്ട് പോയെന്നോ എവിടേക്ക് പോയെന്നോ കൃത്യമായി കണ്ടെത്താൻ പോലീസിന് പറ്റിയിട്ടില്ല. കനകയെ കാണാനില്ല എന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കനകയുടെ വീട്ടിൽ നിന്നാണ്. അവൾ സാധാരണഗതിയിൽ നാടകത്തിന് പോകുന്ന ആളാണ്. നാടകം കഴിഞ്ഞിട്ട് അവള് വീട്ടിൽ മടങ്ങി എത്തുന്നതിന് ഒരു സമയപരിധിയുണ്ട്. എത്ര വിദൂര സ്ഥലത്തെ നാടകമാണെങ്കിലും നാടകം കഴിഞ്ഞ് നാട്ടിലെത്തിയാലുടൻ അവൾ വീട്ടിൽ മടങ്ങിയെത്തും. കണ്ണൂർ ഭാഗത്തേക്ക് ഒരു നാടകം കളിക്കാനായിട്ട് കനക പോയതാണ്. അവള് നാടകം കഴിഞ്ഞ് കോട്ടയത്തേക്ക് മടങ്ങി എത്താതായപ്പോഴാണ് പരാതി ഉണ്ടായിരിക്കുന്നത്. അന്ന് പോലീസ് നാടക ട്രൂപ്പിൽ തിരക്കിയപ്പോൾ കണ്ണൂര് നാടകം കളിക്കാൻ പോയ ആ ടീം കനകയ്ക്കൊപ്പമാണ് തിരിച്ച് ഹരിപ്പാട് എത്തിയത്. ഹരിപ്പാട് എത്തിയതിനു ശേഷം കനക സാധാരണ പോകും പോലെ കോട്ടയത്തേക്ക് പോകാനായി ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അതും അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിനുശേഷം കനകയെക്കുറിച്ച് അവർ അറിയുന്നത് പോലീസ് അവരോട് തിരക്കുമ്പോഴാണ്. ഒരു നാടകം കഴിഞ്ഞിട്ട് അടുത്ത നാടകം തുടങ്ങുന്ന സമയത്ത് പിന്നെ അവർ കനകയെ കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കനക മിസ്സായ കാര്യം ഹരിപ്പാടെ ആ
ട്രൂപ്പിലുണ്ടായിരുന്ന ആരും അറിഞ്ഞിട്ടില്ല. പോലീസ് അവരെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് അവരറിയുന്നത്. അതിനുശേഷം ആ ഹരിപ്പാടത്തെ സാരഥി തിയേറ്റേഴ്സും അതിലെ അംഗങ്ങളും ഒക്കെ കനകയെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് തിരച്ചിൽ നടത്തിയിരുന്നു. അവരെ കോട്ടയത്തുള്ള രാമപുരത്തെ കനകയുടെ വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. ഒരുപാട് കോളിളക്കം ഉണ്ടാക്കിയ ഒരു വാർത്തയായി പിന്നീട് അതങ്ങ് മാറുകയായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലേക്ക് ആ സാരഥി തിയേറ്റേഴ്സ് നിന്ന് പോയ കനകയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. കനക എവിടെ പോയി? കനക അറിയപ്പെടുന്ന നാടക നടിയാണ്, സുന്ദരിയുമാണ്. കനകയ്ക്ക് സിനിമയിൽ വരെ ചാൻസ് കിട്ടും എന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കനകയെ തികച്ചും അപ്രതീക്ഷിതമായി കാണാതാവുന്നത്. ആ കാലഘട്ടത്തിലെ പത്രങ്ങളൊക്കെ പോലീസ് സംഘടിപ്പിച്ചു. പത്രങ്ങളിലൊക്കെ ഈ വാർത്തകൾ ഒരുപാടുണ്ട്. പോലീസിന്റെ ഫയലിൽ ആ പത്രക്കെട്ടിങ്ങളുടെ ഒരു ശേഖരവുമുണ്ട്. കനകയുടെ മിസ്സിങ്ങും ഈ പറഞ്ഞ ഡെഡ് ബോഡിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിയണമെങ്കിൽ കനകയുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും DNA പ്രൊഫൈല് കിട്ടണം. ഭാഗ്യത്തിന് കനകയുടെ റിലേറ്റീവ്സ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ DNA പ്രൊഫൈല് തയ്യാറാക്കിപ്പിച്ചു. ലാബിലുള്ള ആ അസ്ഥികൂടത്തിൽ നിന്ന് തയ്യാറാക്കിയ DNA പ്രൊഫൈലുമായി മാച്ച് ചെയ്യിച്ചതും അക്കാര്യം ഉറപ്പായി. ആ അസ്ഥികൂടം കനകയുടേതാണ്. ആ വാർത്ത പുറത്തു വന്നതും ശരിക്കും ആളുകൾ വല്ലാതെ അമ്പരന്ന് പോവുകയാണ്. അവർ പലരും ഈ കുമാരൻ നായരുടെ വസതിക്ക് സമീപത്തൂടി നടന്നു പോകുമ്പോൾ ഉച്ചത്തിൽ നാടകത്തിലുള്ള ഡയലോഗുകൾ കേട്ടിട്ടുണ്ട്. നാടകത്തിലെ നർത്തകിമാർ നൃത്തം കളിക്കുന്ന സമയത്ത് ചിലങ്ക കിലുങ്ങുന്ന പോലെ ആ വീട്ടിൽ നിന്ന് കിലുക്കവും അവർ കേട്ടിട്ടുണ്ട്. കനക അഭിനയിക്കുന്ന നാടകങ്ങൾക്ക് നൃത്ത പശ്ചാത്തലം ഉണ്ടാകാറുണ്ട്. കനക അറിയപ്പെടുന്ന ഒരു നർത്തകി കൂടിയാണ്. ഡാൻസുകാരിയും നാടക നടിയുമായ കനകയ്ക്ക് സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുമെന്നൊക്കെ അതുകൊണ്ട് കൂടിയാണ് ആളുകൾ പറഞ്ഞിരുന്നത്. ആ കനകയുടെ ശബ്ദമാണോ ഇനി തങ്ങള് രാത്രി കേൾക്കാറുള്ളത്? പലതരം ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. എന്തായാലും ഒരു നാടക നടിയുടെ, അതും പ്രസിദ്ധയായ നാടക നടിയായ കനകയുടെ അസ്ഥികൂടം ആ വീട്ടിലെ ആ തൂണിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണോ ഇനി ഈ ശബ്ദവും നാടകത്തിലെ ഡയലോഗുകളും ചിലരുടെ ശബ്ദമൊക്കെ കേട്ടത്? അത് മാത്രമല്ല, ചിലരെങ്കിലും ഒരു പുക പോലെ ഒരു രൂപത്തെ അവിടെ കണ്ടിട്ടുണ്ട്. അതൊരു സ്ത്രീയുടെ രൂപമാണെന്നും ഒരു യുവതിയാണെന്നൊക്കെ ആളുകൾ അതൊക്കെ പറയാറുണ്ട്. ഭയം കൊണ്ട് ആ രൂപത്തെ കണ്ട ആ നിമിഷം ആളുകൾ ഓടി ഒളിക്കും. ശരിക്കും ദുരൂഹത ഉണർത്തുന്ന ആ പ്രദേശത്തേക്ക് പകൽ പോലും ആളുകൾ പോകുന്നത് അപൂർവമായിട്ടാണ്. അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളിലൂടെ ആളുകൾ അങ്ങോട്ട് നോക്കുമ്പോൾ പോലും അവർക്കൊരു ഭയം തോന്നുമായിരുന്നു. അതൊക്കെ ഇപ്പോ ഈ കനകയുടെ ഡെഡ് ബോഡിയാണ് അവിടെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞതോടുകൂടി ഒരു മടങ്ങ് വർദ്ധിക്കുകയാണ്. ശരിക്കും കനക എങ്ങനെ ആ തൂണിനകത്ത് വന്നുപെട്ടു? അവിടെ പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന പണിക്കാരറിയാതെ അതെന്തായാലും സംഭവിക്കത്തില്ല. ആ പണിക്കാരെ കുറിച്ചുള്ള ഓർമ്മകൾ തോമസിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിരിക്കുകയാണ്. പോലീസ് ശരിക്കും കൺഫ്യൂഷനിലായിരിക്കുന്ന സമയത്ത് കുമാരൻ നായർ പോലീസിനെ കോണ്ടാക്ട് ചെയ്തു. അയാള് തോമസിന്റെ കയ്യിൽ നിന്ന് ആ താക്കോല് വാങ്ങാൻ വന്ന ദിവസം തോമസ് പറഞ്ഞതനുസരിച്ച് അയാള് ആലപ്പുഴയിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങിച്ചിരുന്നു. പണിക്കാർക്ക് കൊടുക്കാനുള്ള വസ്ത്രങ്ങളാണ് ശരിക്കും കുമാരൻ നായർ വാങ്ങിയത്. കുമാരൻ നായരുടെ കൈകൊണ്ട് തന്നെ ആ വസ്ത്രങ്ങൾ പണിക്കാർക്ക് കൊടുക്കണമെന്ന് തോമസ് പറഞ്ഞിരുന്നത് കൊണ്ടാണ് അയാൾ ആ വസ്ത്രങ്ങൾ വാങ്ങി ആ വീട്ടിലെത്തിയത്. അന്ന് ആ വീടുമായി ബന്ധപ്പെട്ട് പണി ചെയ്തിരുന്ന ആശാരി പണി ചെയ്ത ആളുകളും മേസ്ത്രി പണി ചെയ്ത ആളുകളും മറ്റു പണി ചെയ്ത ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പേരുകൾ തോമസ് വിളിച്ചു. ആ പേര് വിളിക്കപ്പെടുന്ന അനുസരിച്ച് ഓരോരുത്തരായി മുന്നോട്ട് വന്നപ്പോൾ തോമസ് അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്തു. പുരുഷന്മാർക്കുള്ള വസ്ത്രങ്ങൾ അങ്ങനെയും സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങൾ അങ്ങനെയും കൊടുത്തു. അത് ഇപ്പോഴും തോമസിന് ഓർമ്മയുണ്ട്. അന്ന് ആ വസ്ത്രങ്ങൾ വാങ്ങിച്ച ആളുകളിൽ ഒരാളുടെ പേര് കുമാരന്റെ മനസ്സിൽ തെളിഞ്ഞതുകൊണ്ടാണ് കുമാരൻ ഇപ്പോൾ പോലീസിനെ വിളിച്ചത്. അതൊരു കുഞ്ഞിക്കണാരൻ എന്ന പേരാണ്. ഒരു പ്രത്യേകതയുള്ള പേരായതുകൊണ്ട് എങ്ങനെയോ അതങ്ങ് മനസ്സിൽ പതിഞ്ഞു കിടന്നു. 10-23 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. ഓർത്തിരിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്നാലും കുമാരൻ പഴയ സംഭവങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ കുഞ്ഞിക്കണാരൻ എന്നിങ്ങനെ കയറി വരികയായിരുന്നു. അയാൾ അത് ഒന്ന് റീകളക്ട് ചെയ്തപ്പോൾ ആ കാര്യങ്ങും ഓർമ്മ വന്നു. അന്ന് ആ വീടിന്റെ പണി പൂർത്തീകരിച്ചപ്പോൾ പണിക്കാർക്ക് വസ്ത്രം കൊടുക്കുന്ന സമയത്ത് തോമസ് വിളിച്ച ആ പേരാണ് കുഞ്ഞിക്കണാരൻ. പോലീസ് ശരിക്കും ഇരുട്ടിൽ തപ്പുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു പേരിതാ പോലീസിനെ തേടി വരികയാണ്. ഹരിപ്പാട് ഭാഗത്ത് കുഞ്ഞിക്കണാരൻ എന്ന പേരുള്ള മേസ്ത്രി പണി ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കാനുള്ള ദൗത്യത്തിലേക്ക് പോലീസ് കടക്കുന്നത് ആ നിമിഷത്തിലാണ്. അവർക്കതിന് റിസൾട്ട് കിട്ടി. ഏകദേശം ഒരു 65 വയസ്സുള്ള ഒരു കക്ഷിയാണ് കുഞ്ഞിക്കണാരൻ. കുഞ്ഞിക്കണാരന്റെ വീട്ടിൽ നിന്ന് അയാളെ പൊക്കി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഡിവൈഎസ്പിയും സംഘവും അവിടെ ഉണ്ട്. കുറെ നാളത്തെ അലച്ചിലിന് ശേഷമാണ് കുഞ്ഞിക്കണാരൻ എന്ന വ്യക്തിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. കുഞ്ഞിക്കണാരനെ കിട്ടിയപ്പോൾ പോലീസിന് ഒരുപാട് ദേഷ്യം വരികയാണ്. ഈ കുമാരൻ നായരുടെ ആ വസതിയിൽ ആ തൂണിനകത്ത് ഒരു സ്ത്രീയുടെ അസ്ഥികൂടം ഉണ്ടായിരുന്നുവെന്നും ആ അസ്ഥികൂടം
കാണാതായ കനക എന്ന നടിയുടേതാണെന്നും സകലമാന പത്രങ്ങളിലൂടെയും ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വാർത്തകൾ റേഡിയോയിലൂടെയും ടി വിയിലൂടെയും ഇതുമായി ബന്ധിപ്പിച്ച് പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും ആ വീട് നിർമ്മിച്ച വ്യക്തിയായ കുഞ്ഞിക്കണാരൻ ഒരു അക്ഷരം പോലും അതുമായി ബന്ധപ്പെട്ട് പുറത്തു പറയുകയോ പോലീസിനെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ആ ഒരു ദേഷ്യം പോലീസിന് കുഞ്ഞിക്കണാരനെ കണ്ടപ്പോഴേ ഉണ്ട്. കുഞ്ഞിക്കണാരനെ പോലീസ് ചോദിച്ചു തുടങ്ങിയാണ്. കണാരൻ, നിങ്ങൾ ആ കുമാരൻ നായരുടെ തറവാട് വീടിന്റെ നിർമ്മാണ പരിപാടികൾ ചെയ്തപ്പോൾ അതുമായി ബന്ധിപ്പിച്ചുണ്ടായ ഒരു സംഭവത്തിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ വാർത്തകൾ പ്രചരിക്കുന്നത് കേട്ട് കാണുമല്ലേ? കേട്ടായിരുന്നു. എന്നിട്ട് എന്തേ നിങ്ങൾ അതിനോട് പ്രതികരിച്ചില്ല? സർ, ഞാൻ എങ്ങനെയാ സർ അതിനോട് പ്രതികരിക്കുക? ആ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ അസ്ഥികൂടമല്ലേ കിട്ടിയത്? സർ, ഞാനും കൂടി ആ പണിയുടെ ഭാഗമായി ഇരിക്കുമ്പോഴല്ലേ സർ ആ തൂണ് ഉണ്ടായത്? ആ തൂണിനകത്തുനിന്ന് ഒരു അസ്ഥികൂടം കിട്ടുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്നെ ബാധിക്കില്ലേ? അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. അട്ടെ കണാരൻ, ആരായിരുന്നു ആ തൂണ് നിർമ്മിച്ചത്? സർ, തൂണ് ഞങ്ങൾ എല്ലാവരും കൂടി തന്നെയാണ് നിർമ്മിച്ചത്. കണാരൻ, ഞങ്ങൾക്കിപ്പോ കൃത്യമായിട്ടും ഒരു കാര്യം അറിയാം. അത് കണാരന്റെ മകളെ കുറിച്ചാണ്. കണാരൻ, നിങ്ങൾക്ക് ഇനി ഒളിക്കാൻ പറ്റില്ല. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കൊള്ളാം. കണാരന്റെ മകളെ പോലീസിന് അറിയാമെന്ന് പോലീസ് പറഞ്ഞെടുത്ത് കണാരന്റെ മുഖം മങ്ങയാണ്. കണാരൻ ആ നിമിഷത്തിൽ ഒന്ന് ഇടറി. അവിടെ നിന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യൽ കർക്കശമായതും കണാരൻ പോലീസിനോട് ഒരു കഥ പറഞ്ഞു. കണാരന്റെ മകൾ രാഗിണി ഈ കനക അംഗമായ അതേ നാടക ട്രൂപ്പിലെ നടിയായിരുന്നു. ശരിക്കും കനക കോട്ടയത്ത് നിന്ന് ഹരിപ്പാടേക്ക് വരുന്നതിന് മുമ്പ് ഹരിപ്പാട് തന്നെയുള്ള രാഗിണിയായിരുന്നു ആ നാടകത്തിലെ പ്രധാന താരം. പക്ഷേ കനക വന്നതോടുകൂടി അവളുടെ ആ സ്ഥാനത്തിന് ഒരു ചലനം ഉണ്ടായി. അവള് നായക നടി എന്നതിന് പകരം സഹനടിയായി മാറി. എല്ലാവർക്കും കനക മതി. കനക സുന്ദരിയാണ്, നന്നായി ഡയലോഗ് പറയും, അഭിനയിക്കാനും നന്നായിട്ട് അറിയാം, പിന്നെ അവൾ നന്നായി ഡാൻസ് കളിക്കും. അതുകൊണ്ട് തന്നെ പുതിയ നാടകങ്ങൾ എഴുതുമ്പോഴൊക്കെ ഡാൻസ് രംഗമുള്ള നാടകങ്ങൾ എഴുതാൻ ബോധപൂർവം ആ നാടക ട്രൂപ്പിലെ അതിൻ്റെ മാനേജ്മെന്റ് ശ്രമിക്കാറുണ്ട്. കനകയ്ക്ക് സ്റ്റേജിൽ തിളങ്ങാൻ കഴിയുന്ന രംഗങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കും. അതേസമയത്ത് അതുവരെ നായികയായിരുന്ന രാഗിണി വെറുമൊരു സഹനടിയായി മാറുകയാണ്. അതിനും അപ്പുറത്തേക്ക് ആ നാടക ട്രൂപ്പിലെ എല്ലാ ആണുങ്ങളും കനകയുടെ പുറകെയാണ്. മാനേജറാണെങ്കിലും ഇങ്ങേറ്റത്തിൽ ലൈറ്റ് ബോയ് ആണെങ്കിലും കനകയെ കണ്ട് വാ പൊളിച്ച് നിൽക്കും. അവൾ അതിസുന്ദരിയാണ്. പല സിനിമാ താരങ്ങളെയും കടത്തിവെട്ടാനുള്ള സൗന്ദര്യം കനകയ്ക്കുണ്ട്. അവൾക്ക് 23 വയസ്സാണ് പ്രായം. ആ പ്രായത്തിൽ അവൾ സിനിമയിലേക്ക് കടന്നാൽ അവള് സിനിമ അടക്കി ഭരിക്കും. അതും രാഗിണിക്ക് ഉറപ്പാണ്. ലൈറ്റ് ബോയ് മുതൽ മാനേജർ വരെ അവളെ കണ്ട് വാ പൊളിച്ച് നിൽക്കുമ്പോൾ സ്റ്റേജിൽ അവൾ കയറി കഴിഞ്ഞാൽ കാണികളും അങ്ങനെയാണ്. ആണും പെണ്ണും അവളെ അങ്ങനെ നോക്കി നിൽക്കും. ശരിക്കും കനക ഒരു വലിയൊരു തരംഗമായി പടരുമ്പോൾ ആ ട്രൂപ്പിൽ അവഗണിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുള്ള രാഗിണി ദിവസം മുന്നോട്ട് പോകുന്തോറും വല്ലാതെ ടെൻഷനായി. സകല പയ്യന്മാരും സകല ചെറുപ്പക്കാരും എന്ന് വേണ്ട കിടക്കുന്ന എണീക്കാൻ പറ്റാത്ത കിളവന്മാർ വരെ കനക കനക എന്നേ പറയത്തുള്ളൂ. കനകയെ കാണാനായിട്ട് ഈ വയസ്സന്മാർ വരെ നാടകം നടക്കുന്ന ആ സ്റ്റേജിന് മുന്നിൽ വന്നിരിക്കും. അതൊക്കെ കാണുമ്പോൾ രാഗിണിക്കാണെങ്കിൽ കലിയ വരിക. അവൾ കുറേ നാളായിട്ട് നാടകം കളിക്കുന്നതാണ്, നന്നായി അഭിനയിക്കുകയും ചെയ്യും. പക്ഷെ അഭിനയത്തിനൊന്നും അല്ല ഇവിടെ ഡിമാൻഡ്, ഗ്ലാമറിനാണ്. അതുപോലെ അവളുടെ ആ കുലുങ്ങിയുള്ള ചിരിയും നൃത്തവും എല്ലാം ആളുകളെ ഹരം പിടിപ്പിക്കുന്നതാണ്. മഥാലസ്യായ കനക, അതാണ് ഈ നാടക ട്രൂപ്പിന്റെ സെല്ലിംഗ് പോയിന്റ് പോലും. കനക ഉപയോഗിച്ചാണ് അവർ ശരിക്കും ആ നാടകം ബിൽഡ് ചെയ്യുന്നത്. കനക തനിക്കൊരു പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയതും കനകയെ ഇനി ആ നാടക ട്രൂപ്പിൽ നിലനിർത്തി ശരിയാകില്ല എന്ന ബോധ്യം വന്നതും രാഗിണി ആ കാര്യം കണാരനോട് പറഞ്ഞു. കണാരനും കനക കളിച്ചിട്ടുള്ള നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. കണാരനും ഈ പറഞ്ഞ ആളുകളെ പോലെ സ്റ്റേജിന്റെ മുന്നിൽ പോയിരുന്നതിനെ ആ കാഴ്ച കണ്ടിട്ടുണ്ട്. കണാരൻ അങ്ങനെ നോക്കിയിരുന്നു പോയിട്ടുണ്ട് കനകയെ. അതിസുന്ദരിയാണ് കനക. ശരിക്കും യൗവനയുക്തയായ കനകയെ ആ സ്റ്റേജിൽ അങ്ങനെ കാണുമ്പോൾ അയാൾ വാ പൊളിച്ച് കനകയെ നോക്കി ഇരുന്നു പോയ ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. അയാൾ മാത്രമല്ല, അയാൾക്കിപ്പോൾ പണിക്ക് വരുന്ന പല ആളുകളും കനകയെ അങ്ങനെ നോക്കിയിരിക്കുന്ന അയാൾ കണ്ടിട്ടുണ്ട്. തൻ്റെ മകള് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി മറികടക്കാനായി മകള് അച്ഛന് മുന്നിൽ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. ആ ഓഫർ കനകയാണ്. കനകയെ ഒരു രാത്രി അവളുടെ അച്ഛനെ കൂട്ടിക്കൊടുക്കാം എന്ന ശൈലിയിലാണ് രാഗിണി സംസാരിക്കുന്നത്. അച്ഛന് മാത്രമല്ല, ആ അച്ഛനൊപ്പമുള്ള സകല പണിക്കാർക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, അവളെ റേപ്പ് ചെയ്തതിനു ശേഷം അവളെ കൊല്ലണം. കനകയെ പിന്നീട് ആരും കാണരുത്. ഒരു മകളും അച്ഛനോട് പറയാൻ പാടില്ലാത്ത കാര്യമാണ്
യഥാർത്ഥത്തിൽ രാഗിണി അവളുടെ അച്ഛനോട് പറഞ്ഞത്. പക്ഷെ കണാരൻ ആ കനക എന്ന ആ സൗന്ദര്യധാമത്തെ ഒരുപാടങ്ങ് കാണുകയും മോഹിക്കുകയും ചെയ്ത ആളാണ്. മകൾക്കൊപ്പം നാടകത്തിൽ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് മകളെ ആ ട്രൂപ്പിലേക്ക് കൊണ്ടുവിടാൻ ചെല്ലുന്ന സമയത്ത് അയാൾ കനകയെ കാണാറുണ്ട്. അയാൾ കനകയോട് സംസാരിക്കാറുമുണ്ട്. കനകയോട് സംസാരിച്ചേക്കാൻ തന്നെ അയാൾക്ക് വലിയ ഉത്സാഹമാണ്. സാധാരണഗതിയിൽ മകളെ അങ്ങനെ ട്രൂപ്പിൽ കൊണ്ടുവിടാൻ അയാൾ പോകുന്നതല്ല. പക്ഷെ കനക വന്നതിന് ശേഷം മകളെ ട്രൂപ്പിൽ നിന്ന് വിളിക്കാനും കൊണ്ടുവിടാനും കണാരൻ മനഃപൂർവ്വം പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോഴൊക്കെ കണാരൻ ആ കനകയെ അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ടുള്ള രാഗിണി അച്ഛൻ്റെ മനസ്സറിഞ്ഞ് ഒരു കളി കളിച്ചതാണ്. അച്ഛന് കനകയിൽ ഒരു താല്പര്യമുണ്ട്. അച്ഛന് മാത്രമല്ല, അച്ഛൻ്റെ കൂടെയുള്ള പണിക്കാർക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ രാഗിണി വളരെ ബുദ്ധിപൂർവ്വം ഒരു ഗെയിം വർക്കൗട്ട് ചെയ്തതാണ്. അങ്ങനെ ആ ഗെയിം വർക്കൗട്ട് ചെയ്യാനായി അവര് തിരഞ്ഞെടുത്തത് ശരിക്കും കണ്ണൂരിൽ നിന്ന് ആ കളി കഴിഞ്ഞ് വരുന്ന ആ ദിവസമാണ്. ഹരിപ്പാടെന്ന് ഒരു ബസ് രാത്രിയുണ്ട്. ആ ബസ് കോട്ടയത്ത് എത്തുമ്പോഴേക്കും നേരം പുലരും. ആ ബസ്സിലാണ് സാധാരണ കനക രാമപുരത്തേക്ക് മടങ്ങുന്നത്. അതറിയാവുന്ന രാഗിണി അച്ഛനെയും അച്ഛൻ്റെ കൂട്ടുകാരെയും കനക വരുന്ന സമയവും സ്ഥലവും വ്യക്തമായി അറിയിച്ചിരുന്നു. അത് അറിയിക്കാതെ തന്നെ അവർക്ക് സംഭവങ്ങളൊക്കെ അറിയാം. സ്ഥിരമായി രാഗിണി വിളിക്കാൻ വരുന്ന കക്ഷി നിലയിൽ അയാള് ഈ കനക രാത്രി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് കാണാറുണ്ട്. എന്തായാലും അവർ ആ പ്ലാൻ വർക്കൗട്ട് ചെയ്തു. കനക ഈ ട്രൂപ്പിൽ നിന്ന് രാത്രി ഓട്ടോ പിടിച്ചാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോവുക. അവള് പതുപോലെ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങി ഓട്ടോ കാത്ത് അവിടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. രാത്രി അതുവഴി വരുന്ന ഓട്ടോകൾ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അത് കണക്കാക്കി അവിടെ നിൽക്കുമ്പോഴാണ് കുഞ്ഞിക്കണാരൻ അതുവഴി വരുന്നത്. ആ കാറിൽ കുഞ്ഞിക്കണാരനൊപ്പം രാഗിണിയുണ്ട്. രാഗിണി കനകയെ കണ്ടതും വണ്ടി നിർത്തി. കനക, നീ ബസ് സ്റ്റാൻഡിലേക്കല്ലേ? അതെ, നീ കയറിക്കോ, ഞങ്ങൾ അവിടെ ഇറക്കാം. സുഹൃത്തായ രാഗിണിയെ കണ്ടതും കനക രാഗിണിക്കൊപ്പം ആ കാറിലേക്ക് കയറി. ആ കാറിന്റെ പുറകിലേക്ക് രാഗിണിക്കൊപ്പം കയറിയ കനക അവൾ പോലും അറിയാതെ ഒരു കെണിയിലേക്ക് ചെന്ന് തലവെച്ചതാണ്. അവള് കാറിനകത്ത് കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ തൊട്ട് പുറകിൽ നിന്ന് ഒരു കൈ അവളുടെ മൂക്കിന് നേരെ വന്നു. ആ കൈ അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചതും അവള് ബോധം കെടുകയായിരുന്നു. ആ കാറിനകത്ത് ആളുകളെ സജ്ജരാക്കി ഒളിപ്പിച്ച് നിർത്തിയിട്ടാണ് ശരിക്കും കുഞ്ഞിക്കണാരനും മകളും കൂടി കനകയെ വിളിച്ച കാറിനകത്തേക്ക് കയറ്റിയത്. പിന്നീട് ആ സംഘം നേരെ പോയത് ആ പണി നടക്കുന്ന വീട്ടിലേക്കാണ്. അവിടെ വെച്ച് കനക ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു. പുറത്ത് ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കി രാഗിണി ആ സമയത്ത് കാറിന്റെ അടുത്ത് നിൽപ്പുണ്ട്. അകത്ത് അവളുടെ അച്ഛനും കൂട്ടുകാരും ചേർന്ന് കനകയെ പിച്ചി കീറുമ്പോൾ ശബ്ദം കേട്ട് ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കാനാണ് അവൾ നിൽക്കുന്നത്. എന്തായാലും കനകയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ആ സംഘം നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് ആ രാത്രിയിൽ രാഗിണിയുടെ സാന്നിധ്യത്തിൽ ആ തൂണിന്റെ നിർമ്മാണം ആരംഭിച്ചു. അവർ ആ തൂണ് നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിവേഗമാണ് ആ കോൺക്രീറ്റ് തൂണ് അവിടെ പിന്നീട് കെട്ടിപ്പടുത്തത്. ആ തൂണിന്റെ പണി പൂർത്തീകരിക്കുമ്പോഴേക്കും ഏകദേശം നേരം പുലരാറായി. കുഞ്ഞിക്കണാരൻ ഒഴികെയുള്ള പണിക്കാരൊക്കെ ആ വീട്ടിനകത്ത് തന്നെയാണ് താമസിക്കുന്നത്. കുഞ്ഞിക്കണാരനും മകൾ രാധികയും നേരെ പുലരും മുമ്പ് ആ കാറിൽ അവിടെ നിന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചു. ഈ സംഭവത്തിൽ ഭാഗഭാക്കായ രാഗിണി ഏതാണ്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നാടക ട്രൂപ്പിന്റെ വണ്ടി മറിഞ്ഞ് ആക്സിഡന്റിൽ കൊല്ലപ്പെടുകയായിരുന്നു. ശരിക്കും അതും ഒരു വലിയ വാർത്തയായി. അതേസമയത്ത് പല ഘട്ടങ്ങളിലായി കനകയെ ഉപദ്രവിച്ച ആ ആളുകൾ ഓരോരുത്തരായി മരിച്ചു. ആ മരണങ്ങളൊക്കെ ശരിക്കും ദുരൂഹമായ സാഹചര്യത്തിലാണ് നടന്നിരിക്കുന്നത്. ഒരു പണിക്കാരൻ മരിച്ചത് കായംകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന ട്രെയിനിൽ നിന്ന് താഴേക്ക് വീണാണ്. റെയിൽവേ ട്രാക്കിലേക്ക് വീണ് അയാളുടെ ബോഡി കൂടി ട്രെയിന് കയറിയിരിക്കുകയായിരുന്നു. റെയിൽവേ ട്രാക്കിൽ വീണ് അയാളുടെ ബോഡി ചിതറിയിട്ടുണ്ടായിരുന്നു. മറ്റൊരാൾ മരിച്ചത് വീടിനടുത്ത് ഓടയിൽ വീണിട്ടാണ്. ആ ഓടയിൽ വീണ് അയാൾ മരിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അയാൾ കാല് തന്നെ വീണിരിക്കുകയാണ്. തല ഓടയിലേക്ക് ഇടിച്ചാണ് അയാൾ വീണിരിക്കുന്നത്. ആളുകൾ അയാളെ കാണുമ്പോൾ അയാളുടെ തല ഓടയ്ക്കുള്ളിലും കാല് ഓടയുടെ പുറത്തുമാണ്. ഒരു വല്ലാത്ത നിൽപ്പായിരുന്നു. അങ്ങനെ ഓരോ ആളും വളരെ വളരെ പ്രത്യേകതകളുള്ള ദുരൂഹമായ സാഹചര്യത്തിലാണ് മരിച്ചത്. ബാലൻസ് ഒറ്റയാളാണ്. അതാണ് കുഞ്ഞിക്കണാരൻ. കുഞ്ഞിക്കണാരൻ ഈ കഥ പോലീസിനോട് പറയാൻ വേണ്ടി മാത്രം ബാലൻസ് ഉണ്ടായി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് കഥാവേദിയിൽ നിന്നും BS ചന്ദ്രമോഹൻ. ഈ കഥ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് റീഷ്മ. കമന്റിൽ ചെയ്യണേ. താങ്ക് യു.